എവിടെ എവിടെ എന്റെ ദേവു ഒന്ന്? ഒബ്സർവേഷനിലാ സൂര്യ. ഡോക്ടർമാരെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നീ എന്റെ ദേവുവിനെ ചെയ്തേ? ഞാനൊന്നും ചെയ്തതല്ല സൂര്യ. കാറ് കേടായി വഴിയിൽ നിന്നൊരു ഓട്ടോ പിടിച്ചു. അതാ ആക്സിഡന്റിൽ പെട്ടത്. നീ വാ, പുറത്തേക്ക് വാ. മോനെ സൂര്യ, ആദ്യം ദേവുവിനെ കാണാം. അമ്മേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. എന്താ സൂര്യ, എന്തായി കാണിക്കുന്നേ? ഇങ്ങ് വാടി, ഞാൻ കാട്ടിത്തരാം. സൂര്യ, ഈശ്വര, എന്റെ ദേവി, കയ്യിന്ന് വിട സൂര്യ. കാണിച്ചു തരാടി. നീ നടത്തിയ നാടകത്തിന് മുതലും പലിശയും ചേർത്ത് തരുന്നുണ്ട് ഞാൻ. നടക്കും. സൂര്യ, ഞാനൊന്നും ചെയ്തതല്ലേ, വിശ്വസിക്ക്. വിശ്വസിക്കാടി, വിശ്വസിക്കാൻ നിന്നെ. സൂര്യ പ്ലീസ്, ഞാൻ ചെയ്തതല്ല. എന്നെ നാണം കെടുത്തരുത്. നാണം കെടണോടി, നീ നാണം കെടണം. നാണം ഉണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമായിരുന്നോ? അവളെ കൊന്നിട്ട് എന്റെ കിടക്കയിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുമായിരുന്നോ? MP വിശ്വനാഥന്റെ പെങ്ങൾ. എല്ലാത്തിനും മാപ്പ് പറഞ്ഞ് നീ എന്റെ വീട്ടിൽ കയറി കൂടിയപ്പോ ഞാൻ പോലും നിന്നെ വിശ്വസിച്ചു. നീ ഒരു മനുഷ്യ സ്ത്രീയായി മാറിയിട്ടുണ്ടാവുമെന്ന് തെറ്റിദ്ധരിച്ചു. അതിനുള്ള പിഴയാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോ, നീ എന്റെ ദേവുന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ ഉണ്ടാവില്ല. ഇവിടെയെന്നല്ല, ഈ ഭൂമിയിൽ എവിടെയും. എനിക്കൊന്ന് കാണാൻ പറ്റുമോ ദേവുവിനെ? കാണാൻ സമയമാകുമ്പോൾ ഡോക്ടർ പറയും. അമ്മേ, എന്തായി? ആരും ഒന്നും പറയുന്നില്ല മോനെ. കാണാനും സമ്മതിക്കുന്നില്ല. നീ എന്താ കാർത്തിക് ചെയ്തത്? ചെയ്യേണ്ടിയിരുന്നത് ചെയ്തില്ല. പിടിച്ചു വലിച്ച് കഴുത്തിന് തള്ളി പുറത്താക്കി. ഒരു പെണ്ണാന്നുള്ള പരിഗണന വേണം മോനെ. ന്യായം നിന്റെ ഭാഗത്താണെങ്കിലും കണ്ടു നിൽക്കുന്നവര് നിന്നെ കുറ്റം പറയും. ഇത്രയും തോന്നിവാസം കാട്ടിയ ആളെ ഒടുവിൽ പെണ്ണാണെന്നുള്ള പരിഗണനയിൽ വെറുതെ വിടണമെന്ന് പറഞ്ഞ അത് സൂര്യനാരായണന് പറ്റില്ലമ്മേ. എനിക്കെന്റെ മനസാക്ഷിയെ മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ. അമ്മ കൂടി കാരണക്കാരിയാ ഇതിനൊക്കെ. അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോ അതങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു. പ്രായവും പക്വതയുള്ള അമ്മയെങ്കിലും അവളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അവൾക്കൊപ്പം നമ്മുടെ ദേവുവിനെ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ മോനെ. എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചോന്നറിയാതെ നെഞ്ചു തകർന്ന് നിൽക്കുക ഞാൻ. ദേവുവിന്റെ ഞാൻ അവളുടെ ഹസ്ബൻഡാ. എന്തായി ഡോക്ടർ? ദേവുവിന് കുഴപ്പമൊന്നുമില്ല. ആക്സിഡന്റിന്റെ ഷോക്കിൽ ബോധക്കേട് സംഭവിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അറിയാം, ഇവിടെ കൊണ്ടുവന്ന കുട്ടി പറഞ്ഞു. കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നറിയാനുള്ള ചെക്കപ്പ് നടത്തി. കുഞ്ഞ് സേഫാണ്. എന്റെ ദേവി. ഡോക്ടർ, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ ഇപ്പോ? ഷുവർ. കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാം. താങ്ക് യു ഡോക്ടർ. ശരി അമ്മേ. ദേവു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സൂര്യേട്ടാ. ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. എനിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മ. എന്താ ശരിക്കും സംഭവിച്ചത്? കാർത്തിക അവളെവിടെ സൂര്യേട്ടാ? അതാണോ ഞാൻ നിന്നോട് ചോദിച്ചത്? അല്ല, കാർത്തികയ്ക്ക് പരിക്കൊന്നുമില്ലല്ലോ? നെറ്റിയൊന്ന് പൊട്ടിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ സംഭവിച്ചത് ശരിക്കും? പറയൊന്ന്.
വിജയിച്ച് കണ്ട് മടങ്ങി വരുന്ന വഴി കാറ് കേടായി. വർക്ക്ഷോപ്പിൽ കാണിക്കാതെ പറ്റില്ല എന്ന് കാർത്തിക പറഞ്ഞു. ആ വഴിയിൽ കിടന്നൊരു ഓട്ടോ പിടിച്ചു. പിന്നെ എനിക്ക് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് മയങ്ങിപ്പോയി. ആ ഓട്ടോക്കാരൻ്റെ അശ്രദ്ധയാ സൂര്യേട്ട ഇതെല്ലാം വരുത്തി വെച്ചത്. അശ്രദ്ധ ഓട്ടോക്കാരനത് മാത്രമല്ല. ദേ, നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. തോഴിമാരുടെ ആവശ്യമുണ്ടോ? അത് എനിക്ക് പെട്ടെന്ന് വിജയിച്ച് ഒന്ന് കാണണമെന്ന് തോന്നി സൂര്യേട്ട. ഏയ്, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുറഞ്ഞ നേരത്തിനുള്ളിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ച് എത്രമാത്രം പിടച്ചു എന്നറിയോ? മോളെ, ഇപ്പൊ മോള് മാത്രല്ല, ഒരു കുഞ്ഞു ജീവനും കൂടി ഉണ്ടാ വയറ്റില്. അതുകൊണ്ടുകൂടിയാ സൂര്യൻ. സൂര്യേട്ട, എന്നോട് ക്ഷമിക്കണേ. പോട്ടെ. I love you. നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഇതാണോ സൂര്യ അവസാനം? ഇവൾക്കൊന്നും പറ്റിയില്ലേ? വാ. കാർത്തിക് എവിടെ? ഇവള് പയറുപോലെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ കലങ്ങിയില്ലേ? എന്താടി ഒരാലോചന? നീ മനപ്പായസം ഉണ്ടോ എന്ന് നടന്നില്ല അല്ലേ? വാ.
കൺഫ്യൂഷൻ ആയല്ലോ. പണി മൊത്തം പാളിയോ? അങ്ങോട്ടിരിക്കെ. സൂക്ഷിച്ച് പതുക്കെ. കാർത്തിക എവിടെ അമ്മ? അവൾ എങ്ങോട്ടാ പോയത്? അതിപ്പോ അറിഞ്ഞേ തീരുന്നുണ്ടോ? അതെന്താ സൂര്യേട്ട അങ്ങനെ ചോദിക്കുന്ന? ഞങ്ങൾ ഒരുമിച്ചല്ല ആക്സിഡന്റിൽ പെട്ടത്. അവൾ എവിടെ പോയിന്ന് എനിക്കറിയണ്ടേ? അപകടത്തിൽ പെട്ടതല്ല, പെടുത്തിയതാ. ആ കാർത്തിക അവൾ ഒരുക്കിയ കെണിയിലേക്ക് നിന്നെ ആസൂത്രിതമായി കൊണ്ടുപോയി പെടുത്തുകയായിരുന്നു. എന്തിനാ അവളെ പറയുന്നേ? നീ തന്നെ തല കൊണ്ടുപോയി വെച്ചതല്ലേ? സൂര്യൻ എന്തൊക്കെയാ പറയുന്നത്? കാർത്തിക നിന്റെ ആജന്മ ശത്രുവാണെന്ന് നിനക്കറിയാലോ. നിന്നെ പലതവണ കൊല്ലാൻ ശ്രമിച്ചവൾ. ആട്ടും തോൽ അണിഞ്ഞു വന്ന ആ പെൺചെന്നായെ പെട്ടെന്നങ്ങ് വിശ്വസിച്ച് കളഞ്ഞല്ലോ നീ. ഞാൻ എന്ത് ചെയ്തെന്ന് സൂര്യേട്ടനി പറയുന്നത്? ദേവു, നീ എന്തിനാ അവളുടെ കൂടെ പോയത്? ദേ, അതറിഞ്ഞപ്പോ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവൂന്ന്. അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അപ്പോ കാർത്തിക മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അപകടമാണ് ഇതെന്നാണോ സൂര്യേട്ടൻ പറയുന്നത്? അതെ. ഇനി അതല്ലാന്ന് സാക്ഷാൽ ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല. ദേവേന്ദ്രനല്ല സൂര്യേട്ട, ദൈവമാ പറയുന്നത്. കാർത്തിക കാരണോ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന. ഞാൻ മാത്രമല്ല, നമ്മുടെ കുഞ്ഞും. അതിനവളോട് ആജീവനാന്തം കടപ്പെട്ടിരിക്കുന്ന. എന്താ മോളെ നീ പറയുന്നേ? അയ്യോ ദേവു, ആരെങ്കിലും ഓടി വരൂ. ആരെങ്കിലും ഓടി വരൂ. ദേവു, ആരുമില്ലേ? പറയ് സൂര്യേട്ട, ഇതിൽ കൂടുതൽ പാപപരിഹാരം ചെയ്യാൻ പറ്റുമോ ഒരു മനുഷ്യജന്മത്തിൽ? നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയെ പറ്റിയാ ഞാൻ ചോദിക്കുന്നെ. അവളെവിടെയാ സൂര്യേട്ട? എനിക്ക് അവളോടൊരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റിയില്ല. സൂര്യനൊരബദ്ധം പറ്റി മോളെ. കാർത്തിക് നിന്നെ അപകടപ്പെടുത്തു എന്നുള്ളൊരു ഉറപ്പിലായിരുന്നു സൂര്യൻ. അതിൻ്റെ പിന്നാലെ നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അത് കാർത്തിക് ചെയ്താന്നങ്ങ് ഉറപ്പിച്ചു. അതുകൊണ്ട് സൂര്യൻ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കി. ഇനിയൊരിക്കലും തമ്പുരാമടത്തിൽ കണ്ടുപോകരുതെന്നും പറഞ്ഞു. എന്താ സൂര്യേട്ട ഇത്? എനിക്ക് അവളെ ഒന്ന് കാണണം സൂര്യേട്ട. സൂര്യേട്ട, കാർത്തികേ, എവിടെയല്ല ഞാൻ നിന്നെ അന്വേഷിച്ചു. നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? എനിക്ക് പോകാൻ ഒരു മടിയില്ല ദേവു. തമ്പുരാൻ മഠത്തിൽ നിന്ന് തൂക്കി വെളിയിലെറിഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വേട്ടന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലാനാവില്ല എനിക്ക്. ഇങ്ങനെ ഒരു അനിയത്തി വേണ്ടാന്ന് വെക്കുള്ളൂ വിശ്വേട്ടൻ. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ഇവിടെ തന്നെ ഇരിക്കാനോ? അറിയില്ല എനിക്ക്.
ഇപ്പൊ ഈ നിമിഷം ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് മാത്രമേ അറിയൂ. എങ്കിൽ ശരി, ഞാനും നിന്റെ കൂടെ ഇവിടെ തന്നെ ഇരിക്കാം. ദൈവം എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ദൈവന് തമ്പുരാൻ മടമുണ്ട്, മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ ഒരു ഭർത്താവുണ്ട്, ആശ്രയിക്കാൻ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ദൈവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചുറ്റുമുണ്ട്. എനിക്ക് മാത്രം ആരുമില്ലാത്ത. ദൈവനെതിരെ പൊരുതിയിരുന്നെങ്കിൽ വിശ്വട്ടിനെങ്കിലും എനിക്ക് കൂട്ടിനുണ്ടായേനെ. അതിനെനിക്ക് മനസ്സനുവദിച്ചില്ല ദേവു പോയിക്കോ, കുറച്ച് കഴിയുമ്പോൾ ഇരുട്ടാവും. കാർത്തികയ്ക്ക് ചുറ്റും വീഴുന്ന ഇരുട്ട് ദേവുവിന്റെ ജീവിതത്തിലേക്ക് കൂടി പകരണ്ട. കാർത്തികയ്ക്ക് ചുറ്റും ഇനി ഇരുട്ട് വീഴാൻ ദൈവം സമ്മതിക്കില്ല. എന്നെക്കൊണ്ട് ഒരു കൈത്തിരി തെളിയിച്ചു വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അതെ, ഇനി മുതൽ നീ തനിച്ചല്ല, എല്ലാവരും ഉണ്ട്. തമ്പുരാൻ മഠവും കമ്പനിയും എൻ്റെ അച്ഛനമ്മമാരുടെ സ്നേഹവും എല്ലാം. ആ അപകടത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഉണ്ടാവോ? ഏറെ കാത്തിരുന്ന സ്വപ്നം കണ്ടു കിട്ടിയ എന്റെ കുഞ്ഞുണ്ടാവോ? നീ എന്റെ സ്വന്തം സഹോദരിയാണെന്ന് തന്നെ അതിലൂടെ നീ തെളിയിച്ചത്. ആ സ്നേഹം വിട്ടുകളയാൻ എനിക്ക് വയ്യ കാർത്തിക. പറയാൻ എളുപ്പമാ ദേവു, പക്ഷേ രക്തബന്ധമില്ലാത്ത സ്നേഹങ്ങളിലെല്ലാം ഒരു കൃത്രിമത്വം ഉണ്ട്, കാപട്യവും നാട്യവും ഉണ്ട്. സ്നേഹിക്കുന്നത് പോലും സംശയിച്ചുകൊണ്ടാവും. എത്ര ഇഴയടുപ്പമുള്ള ബന്ധവും ഒരു നിമിഷം കൊണ്ട് പൊട്ടിത്തകരാം, ഒറ്റ വാക്കിൽ പിണങ്ങാം, ആജന്മ ശത്രുവായി പ്രഖ്യാപിക്കാം. പിന്നീട് ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ പിടിച്ച് പുറത്താക്കാം. പക്ഷേ സഹോദരന് സഹോദരിയോടോ അച്ഛന് മകളോടോ അങ്ങനെ ചെയ്യാനാവില്ല. ഒരു മാത്രം തള്ളി പറഞ്ഞാലും അടുത്ത നിമിഷം മാറ്റി ചിന്തിക്കും. വിശ്വേട്ടൻ എന്നോട് പിണങ്ങിയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ദൂരെ ഇരുന്ന് ആ മനസ്സ് നോവുന്നത് കാണുന്നുണ്ട് ഞാൻ. അങ്ങനെ ഒരു ബന്ധ ഞാൻ ദേവുവിന് വേണ്ടി വേണ്ടാന്ന് വെച്ചത്. വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ. നീ പറഞ്ഞതുപോലെ പരസ്പരം ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഏട്ടന് അനിയത്തിയുടെ മനസ്സ് കാണാൻ പറ്റാതെ വരുമോ? അപ്പൊ ഞാൻ വിശ്വേട്ടനടുത്തേക്ക് പോണോന്നാണോ ദേവു പറയുന്നത്? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നിന്റെ ഈ സ്നേഹം ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യാന്ന്. നീ മടങ്ങി വരണം തമ്പുരാൻ മഠത്തിലേക്ക്. ഇല്ല ദേവു, ദേവുവിനോട് ചെയ്ത തെറ്റുകൾക്ക് പാപപരിഹാരം ചെയ്ത് ആജീവനാന്തം അവിടെ തന്നെ കഴിഞ്ഞേനെ ഞാൻ, ഒരു ദാസിയെ പോലെ. പക്ഷെ അവിടെ ഉള്ളവരുടെയൊക്കെ മനസ്സിൽ പഴയ ഒരു കാർത്തികയുണ്ട്. കാർത്തികയെ നോക്കിയ സംശയത്തിന്റെ കണ്ണട വെച്ച് അവരെന്നെ കാണൂ. ഞാൻ ദേവുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞാൽ പോലും അത് നാട്യാണെന്നേ പറയൂ അവര്. ഇല്ല കാർത്തിക, എല്ലാം മാറിക്കഴിഞ്ഞു. നിന്റെ മടങ്ങിവരവും കാത്തിരിക്കുക തമ്പുരാൻ മഠം. എന്നോട് ചെയ്ത തെറ്റുകൾക്ക് പാപപരിഹാരം ചെയ്യുന്ന ദാസിയായിട്ടല്ല, എന്റെ സ്വന്തം സഹോദരിയായിട്ടായിരിക്കും നീ ഇനി അവിടെ കഴിയുക. എന്താ സംശയമുണ്ടോ? കാർത്തിക വരണം. വാ.
കാർത്തികേ വാ. വരാനല്ലേ പറഞ്ഞത്? Sa